ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ചിരുന്ന കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമെല്ലാം ദൈവം നമുക്ക് വീണ്ടും അവസരം തന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ, അതിൽ ചില സഭകളെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. എഫേസോസിലെ സഭ, 1-ാമത്തെ സഭ എഫേസോസിലെ സഭയാണ്. ആ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനായ യോഹന്നാന് കാണിച്ചു കൊടുത്തത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു സഭയാണ് എഫേസോസിലെ സഭ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നല്ല ആത്മീയ ഉണർവിലും വീര്യത്തിലും തീഷ്ണതയിലും നിന്ന ഒരു സഭയായിരുന്നു ഒരു കാലത്ത്. എന്നാൽ അവരുടെ ആത്മീയ സ്നേഹവും ആത്മീയ വീര്യവും ആത്മീയ തീഷ്ണതയെല്ലാം കുറഞ്ഞുപോയി. പക്ഷെ അവർ ദൈവം തള്ളിക്കളയുകയല്ല, അവർക്ക് വീണ്ടും അവസരം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. നീ ആദ്യ സ്നേഹത്തിലേക്ക് അതിവേഗം മടങ്ങി വരിക, അതിവേഗം മടങ്ങി വരിക. ഇനി സമയം കളയരുത്, സമയം കളയാനില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം ചിന്തിച്ചത് സർദീസിലെ സഭ. ആ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആ സഭയിൽ ആത്മീയ ജീവനുള്ളതായ ദൈവമക്കൾ ഉണ്ടായിരുന്നൊരു കാലത്ത്. എന്നാൽ അവിടെ അനേകരുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവാത്മാവ് സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ സർദീസിൽ നിനക്കുണ്ട്. അത് ദൈവത്തിനൊരു ആശ്വാസമാണ്. അനേകരുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണെങ്കിലും ആത്മാവ് മരിക്കരുതെന്നും ജീവിത വസ്ത്രത്തിൽ കറ പറ്റരുതെന്നും നിർബന്ധമുള്ള കുറച്ച് ആളുകൾ സർദീസിൽ നിനക്കുണ്ട്. അവരുടെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചു കേട്ടത് എന്താണ്? 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ലവോദോക്യ എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അവരുടെ ആ സാഹചര്യത്തെ വെച്ചുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ ലവോദോക്യ പട്ടണം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ വലിയൊരു ഭൂകമ്പം വന്ന് ഈ പട്ടണം ഇടിഞ്ഞു പൊടിഞ്ഞ് നശിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നാം കേട്ടിട്ടുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി എന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗര നിർമ്മാതാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ നഗര നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് അന്തിയോക്കസ് എന്ന് പറയുന്നതായ ഒരു ചക്രവർത്തിയാണ്. അദ്ദേഹമാണ് ഈ ലവോദോക്യ പട്ടണം വീണ്ടും പുനർനിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലവോദോക്യ എന്നാണ്. അതുകൊണ്ടാണ് ആ പട്ടണത്തിന് തൻ്റെ ഭാര്യയുടെ പേര് വിളിച്ച് ലവോദോക്യ എന്നുള്ളതായ ആ പേര് ആ പട്ടണത്തിന് വന്നത്. ആ പട്ടണം വളരെ സമ്പന്നമായ, അന്നത്തെ കാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു. വ്യാപാര വ്യവസായ സാമ്പത്തിക രംഗങ്ങളിലെല്ലാം വളരെ ഉന്നതമായ നിലവാരത്തിൽ നിന്നതായ ഒരു പട്ടണമായിരുന്നു ഈ ലവോദോക്യ നഗരം അല്ലെങ്കിൽ പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ തരത്തിലും അഭിവൃദ്ധിയും ഉയർച്ചയും എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയൊരു പോരായ്മയുണ്ടായിരുന്നു. പോരായ്മ എന്ന് പറയുന്നത്, ആ നഗരത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ളതായ വെള്ളം അവിടെ ലഭിച്ചിരുന്നില്ല. എന്നാൽ അവർ ചെയ്തിരുന്നത് കൃത്രിമമായ കനാൽ സിസ്റ്റം വഴി ദൂരെ ചൂടുറവകളിൽ നിന്ന് വെള്ളം അവർ ലവോദോക്യ പട്ടണത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അവിടുത്തെ ജലക്ഷാമം അവർ പരിഹരിച്ചിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ആ ദൂരെ ചൂടുറവകളിൽ നിന്ന് ലവോദോക്യയിലേക്ക് ഈ വെള്ളം കനാൽ സിസ്റ്റം വഴി വരുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടെല്ലാം ആറി തണുത്തു പോകും. എന്നാൽ കുടിക്കാൻ പാകത്തിനുള്ളതായ തണുപ്പിലേക്ക് വരികയുമില്ല. ചൂടുമില്ല, തണുപ്പുമില്ല. അതാണ് അവിടുത്തെ ആ ജലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ സാധിക്കില്ല. കുടിക്കുമ്പോൾ അവർ വായിൽ നിന്ന് ഛർദ്ദിച്ച് കളയുകയാണ്. അതായത് ഒരു വാട്ടവെള്ളത്തിൻ്റെ രുചി. നമുക്കറിയാമല്ലോ, ചൂടുമില്ല തണുപ്പുമില്ലാത്തൊരവസ്ഥ. അവർക്ക് നേരിട്ട് അറിയാവുന്നൊരു അനുഭവമാണത്. അതുകൊണ്ടാണ് ആ സഭയിലെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ജീവനുള്ള ദൈവം അപ്പോസ്തലനായ യോഹന്നാന് കാണിച്ചു കൊടുത്തതാണ്. നീ ശീതവാനുമല്ല
ഉഷ്ണവാനുമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന് അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ദൈവത്തിന് അവരെ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അവർ വായിൽ നിന്ന് ഉമിണ്ണു കളയുമെന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം സ്വന്തം ആത്മീയ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എൻ്റെ അവസ്ഥ എന്താണ്? ഞാനൊരു ശീതവാനാണോ? ആത്മീയമായ നല്ല തീക്ഷ്ണതയോടും എരിവോടും നല്ല ശുഷ്കാന്തിയോടും ആത്മീയമായി തീയുടെ അനുഭവത്തിലാണോ ഞാൻ നിൽക്കുന്നത്? നല്ല ചൂടേറിയ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നത്? അതെയോ ഞാനൊരു ഉഷ്ണവാനാണോ? അതെയോ ഞാനൊരു ശീതവാനാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? അത് തണുത്തുറഞ്ഞ് പ്രയോജനമില്ലാത്തവനായിട്ട് കഴിയുകയാണോ? എൻ്റെ ആത്മീയ ജീവിതം തണുത്തിരിക്കുകയാണോ? എന്നാൽ വലിയ പ്രകടമായ പാപങ്ങളിലേക്കൊന്നും പോയിട്ടുമില്ല. എന്നാൽ ഒരു കാലത്തുണ്ടായിരുന്ന ആ സ്നേഹം, ആ തീഷ്ണത, ആ ആത്മീയമായ എരിവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. പ്രകടമായിട്ട് ഒത്തിരി വലിയ പാപങ്ങളിലേക്കൊന്നും പോയില്ല. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും ഒരു കാലത്തുണ്ടായിരുന്ന ആ തീയുടെ അനുഭവം ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ തീ അനുഭവിച്ചവരല്ലേ നമ്മിൽ പലരും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ആ തീയുടെ അനുഭവം ലഭിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു ശീതോഷ്ണാവസ്ഥയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയാണോ? അത് വളരെ അപകടകരമായ അവസ്ഥയാണ് എന്നാണ് നമ്മെ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനോ ഉഷ്ണവാനുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയുമെന്നാണ് സഭയിൽ ദൈവമക്കളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉമിണ്ണുകളയുമെന്നാണ്, തുപ്പിക്കളയുമെന്നാണ് പറയുന്നത്. കാരണം എന്താ? ഞാൻ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഒരു പൊത്തുവരുത്ത ആത്മീയം നയിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ലവോദിക്യ സഭയെ നാം കുറ്റപ്പെടുത്തുകയല്ല. ഇത് വെച്ച് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയുണ്ട്? ഞാനൊരു ആത്മീയമായി തിളച്ച അനുഭവത്തിലാണോ നിൽക്കുന്നത്? ഒരു കാലത്തുണ്ടായിരുന്ന തീഷ്ണതയെല്ലാം കുറഞ്ഞു പോയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ചാൽ അറിയാം. ഒരു കാലത്ത് എന്ത് ഉത്സാഹമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, യേശുക്രിസ്തുവിന് സാക്ഷിയായിട്ട് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ, ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന് എന്തൊരു ദാഹമായിരുന്നു. എല്ലാം കുറഞ്ഞു പോയോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെ ശീതോഷ്ണാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും ഇവന് ചില ക്ലെയിംസ് എല്ലാം ഉണ്ട്, ചില അവകാശവാദങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയുന്ന അവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിലും അവനെക്കുറിച്ച് തന്നെ ചില മതിപ്പുണ്ട്, ചില അവകാശവാദങ്ങളെല്ലാം ഉണ്ട്. എന്താണ് ഈ സഭയിൽ ദൈവമക്കൾ പറയുന്നത്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല, എനിക്ക് ഒരു കുറവുമില്ലെന്നാണ് പറയുന്നത്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. ആത്മീയമായ ഒരു സംതൃപ്തിയിലാണ് അവൻ ജീവിക്കുന്നത്. പക്ഷെ അവസ്ഥ എന്താണ്? വീണ്ടും താഴോട്ട് വായിക്കാം നമുക്ക്. നീ നിർഭാഗ്യനും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ലവോദിക്യ സഭയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, അവന്റെ ചിന്ത അവൻ ധനവാനാണ്, സമ്പന്നനാണ്, ഒന്നിനും മുട്ടില്ല, ഒരു കുഴപ്പവുമില്ല, ആത്മീയമായ തൃപ്തിയിലാണ് ജീവിക്കുന്നത്, നല്ല ശുഭകരമായ പ്രതീക്ഷയോടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനോട് എന്താണ് പറയുന്നത്? നീ നിർഭാഗ്യനും, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനും, നീ അരിഷ്ടനാണ്, ദരിദ്രനും, നീ ദരിദ്രനാണ്, കുരുടനും, നീ കുരുടനാണ്, നഗ്നനും, നീ നഗ്നനാണ് എന്നറിയാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ സത്യമൊട്ട് അറിയുന്നുമില്ല. ഇതാണ് ഭയാനകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ ശരിയായ ആത്മീയ അവസ്ഥ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഞാൻ ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ്, ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഹൃദയം എന്നോട് പറയുന്നത് ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ ധനവാനാണ്, ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് പിശാച് നമ്മുടെ കണ്ണ് കുരുടാക്കുക എന്ന് പറയുന്ന അനുഭവം. കണ്ണ് കുരുടാക്കി കളയുകയാണ്, ശരിയായ അവസ്ഥ തിരിച്ചറിയാൻ വയ്യാത്തതായ ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവം എന്താണ്?
നമ്മുടെ ഉള്ളിൽ ചില അവകാശവാദങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാണ് പ്രിയപ്പെട്ട ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പിശാച് നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. ശരിയായ ആത്മീയ അവസ്ഥ പിശാച് നമുക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു ആത്മീയ അപകടമാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ശരിയായ അവസ്ഥ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. ഞാൻ ദരിദ്രനാണെന്നും ഞാൻ നഗ്നനാണെന്നും ഞാൻ കുരുടനാണെന്നും കർത്താവേ എനിക്ക് ശരിയായൊരു സുബോധം തരണം, ഒരു ആത്മീയ സുബോധം. പ്രിയപ്പെട്ടവരെ, അത് ഈ ആത്മീയ സുബോധം, അതാണ് ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇവൻ നഗ്നനായിരിക്കുമ്പോഴും കുരുടനായിരിക്കുമ്പോഴും ദരിദ്രനായിരിക്കുമ്പോഴും ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ട് കഴിയുകയാണ്. അവന് ചില ക്ലെയിംസ് എല്ലാം ഉണ്ട്, അവകാശവാദങ്ങളെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, പരിചയമുള്ള വേദഭാഗമാണത്. 100 ആടുണ്ടായിരുന്ന ഒരു ഇടയനിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു. 99നെയും വിട്ടയച്ച് അവന് ഒരാടിനെ പോയി കണ്ടെത്തി ഇത് ശാലയിൽ കൊണ്ടുവരുന്നു, സന്തോഷിക്കുന്നു. രണ്ടാമത്തെ ഉപമ 10 ദ്രഹ്മയുണ്ടായിരുന്ന ഒരു സ്ത്രീയെ, അതിലൊരെണ്ണം നഷ്ടപ്പെട്ടു. അത് അവൾ വീടെല്ലാം അടിച്ചു വാരി അത് കണ്ടെത്തി അയൽക്കാരെയെല്ലാം വിളിച്ചു വരുത്തി അതിൽ സന്തോഷിച്ചു. മൂന്നാമത്തെ ഉപമ 2 മക്കളുള്ളതായ ഒരു അപ്പൻ, ഒരു മകൻ നഷ്ടപ്പെട്ടു. ആ മകനെക്കുറിച്ച് നാം പറയുന്നത് മുടിയൻ പുത്രൻ എന്നാണ്. എന്നാൽ ആ വീട്ടിൽ വേറൊരു പുത്രനുണ്ട്, അവൻ മൂത്ത പുത്രനാണ്. മുടിയൻ പുത്രനും മൂത്ത പുത്രനും. പ്രിയപ്പെട്ടവരെ, ഈ മുടിയൻ പുത്രൻ്റെ ചരിത്രം നമുക്കറിയാം. അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അവന് കിട്ടാനുള്ളതായ അനുഗ്രഹമെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി മുതലെല്ലാം നശിപ്പിച്ച് വേശ്യമാരോട് കൂടെ സുഖിച്ച് തിന്ന് കുടിച്ച് എല്ലാം നശിപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ക്ഷാമം വന്നു. ആ ക്ഷാമം വന്നപ്പോൾ അവന് സുബോധം കിട്ടി. അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ആ വീട്ടിൽ വലിയ സന്തോഷം, വലിയ ആനന്ദം. പ്രിയപ്പെട്ടവരെ, അപ്പന് സന്തോഷം, മടങ്ങി വന്ന മുടിയൻ പുത്രനും സന്തോഷം. എന്നാൽ ഇതിലൊന്നും സന്തോഷിക്കാത്ത ഒരു മൂത്ത പുത്രനുണ്ട്. 15-ാം അധ്യായം 25-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാലിക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ മൂത്ത പുത്രൻ എവിടെയായിരുന്നു? അവൻ വയലിലായിരുന്നു. അവൻ വേല ചെയ്യുകയായിരുന്നു. അവൻ വേലയുടെ മുഖത്തായിരുന്നു. അവൻ അപ്പന് വേണ്ടി വേല ചെയ്യുകയായിരുന്നു, അപ്പന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. അവൻ മടങ്ങി വീട്ടിലേക്ക് വന്നപ്പോഴാണ് വീട്ടിൽ വലിയ നൃത്തവും വാദ്യഘോഷവും ഒച്ചപ്പാടും സന്തോഷവും എല്ലാം കേൾക്കുന്നത്. അപ്പോഴേ തന്നെ അവന് തൃപ്തിയായില്ല. ഒരു നീരസഭാവം അവൻ്റെ മുഖത്തുണ്ട്. എന്തോ ഒരു അതൃപ്തിയുടെ ഭാവം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അവനൊരു ദാസനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇതെന്താ എൻ്റെ കുടുംബത്തിൽ ഈ ആർപ്പും നൃത്തവുമെല്ലാം? ഞാൻ അറിയാതെ ഒരു ആർപ്പ്, ഞാൻ അറിയാതെ ഒരു നൃത്തം, ഇതിന് മാത്രം ഒച്ചപ്പാട്, ഇതെന്താ എന്ന് അവനൊരു ദാസനെ വിളിച്ച് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാസൻ അതിന് എന്താണ് മറുപടി പറഞ്ഞത്? അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പൻ മൂത്തപുത്രനോട് പറയുകയാണ്, നിന്റെ സഹോദരനുണ്ടല്ലോ, അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ, പക്ഷെ അവൻ മടങ്ങി വന്നു. അവൻ മടങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പൻ്റെ ആ സന്തോഷം, അതാണ് നമ്മുടെ കുടുംബത്തിൽ കാണുന്നതായ ഈ ആർപ്പുവിളിയും നൃത്തവും സന്തോഷവും എല്ലാം. പ്രിയപ്പെട്ടവരെ, മൂത്തപുത്രൻ്റെ മറുപടി എന്താണ്? അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മൂത്തപുത്രൻ്റെ ഇളയ സഹോദരൻ, അവൻ മരിച്ചവനായിരുന്നു, വീട്ടിൽ നഷ്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ ആ മടങ്ങി വരവിൽ അവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവനതിൽ തൃപ്തി വരുന്നില്ല. വാസ്തവത്തിൽ അവൻ സന്തോഷിക്കാനല്ലേ വേണ്ടത്? എൻ്റെ സഹോദരൻ നശിച്ചു പോയിരുന്നല്ലോ, അവൻ നിത്യനാശത്തിലേക്ക് പോവുകയായിരുന്നല്ലോ, എന്നാലും അവൻ മടങ്ങി വന്നല്ലോ. അപ്പനോട് ചേർന്ന്, അപ്പൻ്റെ ദാസന്മാരോട് ചേർന്ന് അവൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ അവനത് സന്തോഷമായില്ല. അവൻ കോപിക്കുകയാണ്. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ ചില ക്ലെയിംസ് എല്ലാം ഉണ്ട്, ചില അവകാശവാദങ്ങളെല്ലാം ഉണ്ട്. അതവൻ താഴോട്ട് പറയുന്നുണ്ട്. നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂത്തപുത്രൻ അപ്പനോട് പറയുകയാണ്, ഞാൻ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് ഇങ്ങനെയുള്ള എന്നെ
എൻ്റെ ചങ്ങാതികളോടുമായിട്ട് ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ നീ തന്നിട്ടില്ല. ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവൻ പരാതി പറയുകയാണ് അപ്പനോട്. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ ഒരു ക്ലെയിം നിൽക്കുകയാണ്, ഒരു അവകാശവാദം നിൽക്കുകയാണ്. ഞാൻ ഇത്രയും കാലം നിന്റെ വേല ചെയ്തതല്ലേ, ഞാൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നതല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ മൂത്തപുത്രൻ്റെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ആ ഉപമ അവസാനിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയ മുടിയൻ പുത്രൻ അപ്പൻ്റെ ഊണുമേശയിൽ. എന്നാൽ ഇത്രയും കാലം അപ്പൻ്റെ വേലസ്ഥലത്ത് അപ്പനോട് ചേർന്ന് അപ്പനെ അനുസരിച്ചു എന്ന് ജീവിച്ചതായ ഭാവത്തിൽ ജീവിച്ചവനായ മൂത്തപുത്രൻ്റെ അവസ്ഥ എന്താണ്? അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു. അപ്പൻ പറയുകയാണ്, മകനെ, നിന്റെ ഈ സഹോദരൻ അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അവൻ വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന്. അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അപ്പൻ മൂത്തപുത്രനോട് പറയുകയാണ്. അവന്റെ മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവനോട്, എന്നാൽ ഈ മൂത്തപുത്രൻ ഭവനത്തിൽ കയറാതെ അവൻ ഭവനത്തിന് വെളിയിൽ നിൽക്കുകയാണ്. ഇത്രയും കാലം അപ്പൻ്റെ കൂടെ ജീവിച്ചവൻ, അപ്പൻ്റെ ഊണുമേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവൻ, അപ്പൻ്റെ വേലയോട് ചേർന്ന് നിന്നവൻ, അപ്പൻ്റെ വേലക്കാരോട് ചേർന്ന് നടന്നവൻ, ഈ മുടിയൻ പുത്രൻ സ്വന്തം സഹോദരൻ മടങ്ങി വന്നപ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാതെ വെളിയിൽ നിൽക്കുകയാണ്. വീടിന് വെളിയിലാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉപമ അവസാനിക്കുമ്പോൾ എല്ലാം നശിപ്പിച്ച മുടിയൻ പുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ ഊണുമേശയിൽ. എന്നാൽ ഇത്രയും കാലം കൂടെ ജീവിച്ച മൂത്തപുത്രൻ വീടിന് വെളിയിൽ നിന്ന് കോപിക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം അവൻ്റെ ജീവിതത്തിൽ ചില അവകാശവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം അപ്പൻ്റെ വയലിൽ വേല ചെയ്തവനല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒന്നും അവകാശപ്പെടാനില്ല, ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. പ്രിയപ്പെട്ടവർ, അവകാശം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലാൻ നമുക്ക് ആർക്കും ഒന്നുമില്ല. കർത്താവ് വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇതേ ആശയമുള്ളതായ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു ചുങ്കക്കാരനും പരീശനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. 18-ാം അധ്യായം 10-ാമത്തെ വാക്യം. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. പ്രിയപ്പെട്ടവരെ, രണ്ടുപേര് ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഒരു പരീശനും ചുങ്കക്കാരനുമാണ് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുന്നത്. പരീശൻ നിന്നുകൊണ്ട് പരീശൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവൻ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ പിടിച്ചുപറിക്കാർ. അവൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചുപറിക്കാർ, ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരനുണ്ടല്ലോ, അവനെ പോലെയും അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണെന്ന് വായിക്കുന്നത്? അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയല്ല. അവൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ചില അവകാശവാദങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നല്ലവനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് അവൻ പറയുന്നത്? പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് പരീശൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ചുങ്കക്കാരന്റെ മനോഭാവത്തോടെയാണോ അത് പരീശന്റെ മനോഭാവത്തോടെയോ? എന്നാൽ ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, സ്വർഗത്തിലേക്ക് നോക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് അവൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ട്. എനിക്കിതിന് യോഗ്യതയില്ല, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം എന്താണ്? ഈ ചുങ്കക്കാരൻ്റെ മനോഭാവമാണോ അത് പരീശൻ്റെ മനോഭാവമാണോ? കുഴപ്പമില്ല എന്നുള്ള വിചാരിച്ചാണോ നാം കടന്നു വന്നിരിക്കുന്നത്? എനിക്ക് തിരുത്താനൊന്നുമില്ല. നാം മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നവരാണ്, നാം മറ്റുള്ളവരുടെ കുറ്റം കാണുന്നവരാണ്, നാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എത്രയും ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ എഴുതിയൊരു പുസ്തകം വായിച്ചു. അതിൽ സാർ എഴുതിയിരിക്കുകയാണ്,
നമ്മൾ ശരിയായ ഒരു ആത്മീയനാണെങ്കിൽ നാം ഒരിക്കലും നമ്മുടെ നന്മ കാണുകയില്ല, മറ്റുള്ളവരുടെ നന്മ കാണും. നാം ശരിയായ ഒരു ആത്മീയനാണെങ്കിൽ ഒരിക്കലും നാം മറ്റുള്ളവരുടെ തിന്മ കാണുകയില്ല, എൻ്റെ തിന്മ മാത്രം ഞാൻ കാണും. ഇതാണ് ഒരു ആത്മീയൻ്റെ ലക്ഷണമെന്ന് സാറാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ആത്മീയനാണെങ്കിൽ ഞാൻ എൻ്റെ നന്മയൊന്നും കാണുകയില്ല, മറ്റുള്ളവരുടെ നന്മ കാണും. ഞാൻ മറ്റുള്ളവരുടെ തിന്മ കാണുകയില്ല, എൻ്റെ തിന്മ മാത്രം കാണും. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അതോ ഞാൻ തൃപ്തരായിട്ട് ജീവിക്കുകയാണ്? നാം മറ്റുള്ളവരിൽ കുറ്റം കാണുകയാണ്. അവരങ്ങനെയല്ലേ, അവരിങ്ങനെയല്ലേ, അവർക്ക് ഇന്ന കുഴപ്പമുണ്ടല്ലോ, എന്നാൽ എന്നിൽ കുഴപ്പമുണ്ടെന്നും എനിക്ക് തിരുത്താനുണ്ടെന്നും എനിക്കിനിയും രൂപാന്തരം പ്രാപിക്കാനുണ്ടെന്നും എൻ്റെ സ്വഭാവമാണ് മാറേണ്ടതെന്നും ഞാനാണ് പ്രശ്നക്കാരനെന്നും അങ്ങനെ ഒരു സുബോധം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവർ? എൻ്റെ കുടുംബത്തിലെ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ ഞാൻ ഒരാളാണെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടോ? എനിക്കിനിയും തിരുത്താനുണ്ട്, ഞാൻ ഇനിയും മാറാനുണ്ട്, എനിക്കിനിയും അനേക കാര്യങ്ങളിൽ രൂപാന്തരം സംഭവിക്കാനുണ്ട്. ഈ ചുങ്കക്കാരനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും അവന് മനസ്സ് വരുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിൽ പാപബോധം തിങ്ങി നിൽക്കുകയാണ്, മാറത്തടിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണം. പ്രിയപ്പെട്ടവരെ, അവൻ എന്ത് ചെയ്തു? അവൻ ദേവാലയത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് അവൻ സമാധാനത്തോടെ മടങ്ങിപ്പോയി ചുങ്കക്കാരൻ. എന്നാൽ പരീശന് അങ്ങനെയല്ല, അവന് നീതീകരണം കിട്ടിയില്ല. ഇവിടെ ലവദോക്കിയയിലെ സഭയിലെ അവരുടെ ജീവിതത്തിൽ ചില ക്ലെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ശരിയായ അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. പ്രിയപ്പെട്ടത്, ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല, ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നാം വായിക്കുന്നത് എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ എന്താണ് നാം വായിക്കുന്നത്? നീ സമ്പന്നനാകേണ്ടതിന് ദൈവം പറയുകയാണ്, ജീവനുള്ള ദൈവം ലവദോക്കിയയിലുള്ള സഭയിലെ ദൈവമക്കളോട് പറയുകയാണ്, നീ ഇപ്പോൾ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരിക്കലിതെല്ലാം ദൈവം നമുക്ക് തന്നതാണ്. ആ നീതിയുടെ വസ്ത്രം നമുക്ക് സൗജന്യമായി ദൈവം തന്നതായിരുന്നു. നീതിയുടെ വസ്ത്രം സൗജന്യമായി നമുക്ക് പാപക്ഷമ ലഭിച്ചതായിരുന്നു. സൗജന്യമായിട്ട് നീതീകരണം ലഭിച്ചവരായിരുന്നു. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളെല്ലാം കർത്താവ് അഴിച്ചു തന്നതായിരുന്നു. എന്നാൽ വീണ്ടും നാം പിശാചിന് ഇടം കൊടുത്തതുകൊണ്ട് നമ്മുടെ നീതിയുടെ വസ്ത്രമെല്ലാം നഷ്ടപ്പെട്ടു പോയി. നാം ഇന്ന് നഗ്നരായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് ജീവനുള്ള ദൈവം നമ്മെ കാണുന്നത് നാം ഇന്ന് നഗ്നരായിട്ടിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ് ബുദ്ധി ഉപദേശിക്കുന്നത്? ഇനി നിനക്കത് സൗജന്യമായി കിട്ടുകയില്ല, ഇനി അത് വില കൊടുത്ത് മേടിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സൗജന്യമായി തന്നതായിരുന്നു ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സൗജന്യമായി തന്നതായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു വിലയും കൊടുത്തിട്ടല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, സൗജന്യമായിട്ട് അവൻ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം സൗജന്യമായി ക്ഷമിച്ചു തന്നു. അവൻ എന്നോട് ഒന്നും ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം മാത്രം, കർത്താവേ, ഇനി ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം രഹസ്യവും പരസ്യവും ചെറുതും വലുതും എൻ്റെ മനോഭാവത്തിലും ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വന്നതായ സകല പാപക്കറകളും കർത്താവിനിക്ക് സൗജന്യമായി ക്ഷമിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ആ സൗജന്യമായ നീതീകരണം അനുഭവിച്ചവരല്ലേ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും? സൗജന്യമായി ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും? സൗജന്യമായി ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും? എന്നാൽ കൃപയും ആത്മാവും നീതീകരണവും എല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ കർത്താവ് നമ്മെ തള്ളിക്കളയുന്നില്ല. ദൈവം നമ്മോട് ബുദ്ധി പറയുകയാണ്, ബുദ്ധി ഉപദേശം തരികയാണ്. ഇത് നീ വിലയ്ക്ക് മേടിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ ഭൂമിയിലെ പൈസ കൊടുത്താൽ വിലയ്ക്ക് മേടിക്കുക എന്നാണോ കർത്താവ് ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. നാം ദൈവസന്നിധിയിൽ തന്നെത്താനിരുന്ന് ജാഗരിക്കണം, തന്നെത്താനിരുന്ന് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇവിടെയാണ് എൻ്റെ ആത്മീയ വീര്യം ചോർന്നു പോയത്, ഇവിടെയാണ് എൻ്റെ ആത്മീയ ശക്തി ചോർന്നു പോയത്. ഇന്ന് അനേക ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്നതായ കെടുതി എന്താണെന്നറിയാമോ? അവരുടെ ശക്തി ചോർന്നു പോയിട്ടും അവരറിയുന്നില്ല. പണ്ട് ശിംശോന് ഇതുപോലെ ആത്മാവിന് ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ശിംശോന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ ശക്തി ചോർന്നുപോയി. പക്ഷേ ശിംശോൻ അത് അറിഞ്ഞില്ല. ശിംശോൻ അറിഞ്ഞില്ല, അത് ശക്തി ചോർന്നു പോയത് അറിഞ്ഞില്ല.
ശക്തി ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് വീണ്ടും സടകുടഞ്ഞ് ശിംശോൻ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ പിശാച് ശിംശോനെ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ശക്തി തരാൻ ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 3-ാം അധ്യായം 20-ാം വാക്യം എന്താണ് നാം വായിക്കുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ തള്ളി മാറ്റുകയല്ല, നിന്നെ അകറ്റിക്കളയുകയല്ല, നിന്നെ ഉപേക്ഷിച്ച് മാറ്റുകയല്ല, നിന്നെ കൊള്ളില്ല എന്ന് പറയുകയല്ല, നിനക്കെനിക്ക് പ്രയോജനപ്പെടാൻ കഴിയില്ല എന്നല്ല കർത്താവ് പറയുന്നത്. വീണ്ടും അവൻ്റെ കരങ്ങളിൽ എടുത്ത് അവന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ശബ്ദമാണ് വചനമായി നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചെവിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ ആ മുട്ടുന്ന ശബ്ദം, ആ സ്നേഹമുള്ള ശബ്ദം. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം ആരെങ്കിലും, കർത്താവ് ചോദിക്കുകയാണ്, ആരെങ്കിലും ഹൃദയം തുറക്കുന്നുണ്ടോ? ആരെങ്കിലും ഹൃദയവാതിൽ തുറക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ ക്ഷണിക്കുന്നുണ്ടോ? ആരെങ്കിലും ശക്തി ചോർന്നു പോയത് അറിയുന്നുണ്ടോ? ശീതോഷ്ണാവസ്ഥയിലാണ് ഞാനിന്ന് പ്രയോജനമില്ലാത്തവനായിട്ടാണ് ഇരിക്കുന്നതെന്ന് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ശക്തി ചോർന്നു പോയി നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അവൻ എത്രയോ നാളായി മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വാതിലൊന്ന് തുറന്നു കൊടുക്കാമോ? യേശു നമ്മുടെ അകത്തേക്ക് വരുവാൻ അവൻ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെല്ലാം ഹൃദയം പരിശോധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? കർത്താവേ, ശക്തി ചോർന്നു പോയല്ലോ. ഞാനൊരു ദരിദ്രനായിട്ട്, കുരുടനായിട്ട്, നഗ്നനായിട്ടാണല്ലോ ഇരിക്കുന്നത്. നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം ചോർന്നു പോയല്ലോ കർത്താവേ, ചോർത്തി കളഞ്ഞല്ലോ കർത്താവേ. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി, പിശാചിന് ഇടം കൊടുത്തുപോയി. ഞാൻ ജാഗ്രതയോടെ നിന്നില്ല. ഞാൻ ഇന്നൊരു ശീതോഷ്ണാവസ്ഥയിലാണല്ലോ കർത്താവ് ഇരിക്കുന്നത്. നിന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയത്തക്ക രീതിയിൽ ഒരു ശീതോഷ്ണാവസ്ഥയിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ആരെല്ലാം തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ? എന്നാൽ യേശു നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, യേശു നിങ്ങളെ തള്ളിക്കളയുന്നില്ല. സഹോദരാ, ഹൃദയത്തിൻ്റെ വാതിൽക്കൽ യേശു ആ ആണിപ്പാടുള്ള കരവുമായി മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. നിന്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? നിനക്ക് യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ആ മുടിയൻ പുത്രനെ പോലെ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേരിനെ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ ആക്കണമേ. നീ എന്നെ നിന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കണമേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ ആണിപ്പാടുള്ള കാലെടുത്ത് വയ്ക്കുവാൻ അവൻ കൊതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ ഒന്ന് സമ്മതം മൂളിയാൽ മതി. യേശുവേ, ഞാനിതാ എൻ്റെ ഹൃദയത്തിന് വാതിൽ തുറക്കുകയാണ്. നീ ഒന്ന് അകത്തേക്ക് വരണമേ. നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന് തീ എൻ്റെ തലമേൽ പകരണമേ. ആ സ്വർഗീയ പ്രാവന്റെ തലമേൽ പറന്നു വന്നിരിക്കണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിന് വാതിൽക്കൽ മുട്ടുകയാണ്. അവനെ വിളിപ്പീൻ, അവനെ നാമം വിളിച്ചപേക്ഷിപ്പീൻ, അവന് തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ, അവനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ അടിമ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിളിക്കുക, യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക, മടങ്ങി വരിക. ഇതാ തീയുള്ളവരായി തീരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് അവിടെ മുട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവിടത്തേക്ക് ഞങ്ങൾ ഇതാ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നു. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടെ ഞങ്ങളെ ആത്മീയരാക്കി തീർക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ.